നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റിൽ വന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം നമ്പർ 1 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ വിച്ച് വുമൺ പാർട്ടിസിപ്പേഷൻ വാസ് റിയലി നോട്ടബിൾ. അതായത് ഒരു സമരമാണത്. അതിൽ വുമൺ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നൊരു സമരം ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻസ് ദന്തിമാർ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, ഇതിൽ ഈ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനും മര്യാദയ്ക്ക് കോൺഗ്രസ് പാർട്ടി തന്നെ പങ്കെടുത്തിട്ടില്ല. അതായത് ഇന്ത്യൻ്റെ ഒരു നാഷണൽ പാർട്ടിസിപ്പേഷൻ അവിടെ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് പങ്കെടുത്ത. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദി എൻഡാണ്. അപ്പം എന്തായാലും അതാവില്ല. പിന്നെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പീരീഡ് വരുന്നത് 1931-നാണ്. ഓക്കെ, 1931 കാലഘട്ടത്തിലാണ്. അത് കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വുമൺ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, പക്ഷേ അത് നോട്ടബിൾ പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. കോൺഗ്രസ് ആണ് മെയിൻ ഡെലിഗേറ്റ് ആയിട്ട് പങ്കെടുത്തത്. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ശരിക്കും വരുന്ന ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ഡി മാർച്ചാണ്. ഓക്കെ, ദണ്ഡി മാർച്ചാണ് ആൻസർ. ഈ ദണ്ഡി മാർച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദണ്ഡി മാർച്ച് എന്ന് പറയുമെങ്കിലും ശരിക്കും അതിൻ്റെ പേര് സോൾട്ട് സത്യാഗ്രഹ എന്നാണ്. സോൾട്ട് സത്യാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 1930-ലാണ് ഈ സോൾട്ട് സത്യാഗ്രഹം ഉണ്ടായത്. സോൾട്ട് സത്യാഗ്രഹം ഉണ്ടാവാൻ ഒരു കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷിൻ്റെ ഒപ്പോസീവായിട്ടുള്ള സോൾട്ട് ലോസാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പാവപ്പെട്ടവർ മുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സോൾട്ട്. അപ്പോൾ ഈ സോൾട്ടിൻ്റെ മുകളിലൊരു ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1882 തന്നെ ബ്രിട്ടീഷ് സോൾട്ടിൻ്റെ മുകളിൽ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നു. അപ്പം 1882 ചെയ്തിട്ട് 1930 വരെ എന്തുകൊണ്ട് കാത്തു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1929 നമുക്കറിയാം ലാഹോറിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം ഉണ്ട്. അവിടെ വെച്ചിട്ട് പൂർണ്ണ സ്വരാജ് ജവഹർലാൽ നെഹ്റു ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പൂർണ്ണ സ്വരാജ്, അതായത് നമ്മളുടെ രാജ്യം ഫ്രീഡമായി എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്തു. അത് 1929. ഓക്കെ, അപ്പം ഈ ഒരു പൂർണ്ണ സ്വരാജ് അറ്റൈൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളതിലൂടെ നോക്കുമ്പം അതൊരു നോൺ കോപ്പറേഷൻ, അഹിംസയും നോൺ കോപ്പറേഷനും ആയിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ ആയിട്ടുള്ളൊരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. CDM, ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ് 1930s സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടതായിരുന്നു ഗാന്ധിജി സോൾട്ട് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ മുതൽ പൈസക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻസിൻ്റെയും വികാരം സോൾട്ട് മൂവ്മെൻറ്റിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അപ്പോഴത്തെ വൈസ്രോയായ ഇർവിനെ ഗാന്ധിജി മാർച്ച് 2 1930 മാർച്ച് 2 അറിയിച്ചു ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ ഒരു പ്രയർ ഇൻഫർമേഷനൊക്കെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം മാർച്ച് 12 12th മാർച്ച് 1930, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12th മാർച്ച് 1930 മുതൽ 5th ഏപ്രിൽ 1930 ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 24 ദിവസത്തിൻ്റെ അടുത്ത് ഗാന്ധിജി 6th ഏപ്രിലിനാണ് ഗാന്ധിജി ബ്രേക്ക് ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിൽ 12th മാർച്ചിന് എവിടെ നിന്നിട്ടാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th മാർച്ചിന് ഗാന്ധിജി ദണ്ഡിയിൽ നിന്നും സബർമതി ആശ്രമിൽ നിന്നും ഇങ്ങനെ ഗുജറാത്തിലൂടെ മാർച്ച് ചെയ്തിട്ട് ദണ്ഡി വരെ പോയി. അവിടെ കടപ്പുറത്ത് എന്ത് ചെയ്തു? സോൾട്ട് ലോ അബോളിഷ് ചെയ്തു ഗാന്ധിജി. ഓക്കെ, അപ്പം ഇതാണ് ഈ സോൾട്ട് മാർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ സോൾട്ട് മാർച്ചിൽ പിന്നീട് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗാന്ധിജിൻ്റെ കൂടെ സംതിങ് അറൗണ്ട് 80 ഡെലിഗേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 76 പറയുന്നത്. അതിനുശേഷം മാർച്ച് എൻഡ് ചെയ്യാനായപ്പോഴേക്കും ഗാന്ധിജിയുടെ കൂടെ കുറേ തൗസൻഡ്സ് ഓഫ് ഡെലിഗേറ്റ്സ്, അതായത് സംതിങ് 60,000 അടുത്ത ആൾക്കാരൊക്കെ വന്ന് ജോയിൻ ചെയ്തിരുന്നു. ഓക്കെ, ഈ 60,000 ആൾക്കാരെ അറസ്റ്റും ചെയ്തിരുന്നു ബ്രിട്ടീഷ് കേട്ടോ. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൂടാൻ കാരണം ആൾക്കാർക്ക് ഇതിൽ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. പിന്നെ സരോജിനി നായിഡു ഒക്കെ ഗാന്ധിജിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അതാണ് ഫീമെയിൽ
പ്രസൻസും എടുത്തു കാട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് രാജഗോപാലാചാരിയാണ് തമിഴ്നാട്ടിൽ നിന്നും സോൾട്ട് മാർച്ച് നടത്തിയത്. വേദാരായണം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ട്രിച്ചി മുതൽ വേദാരായണം സ്ഥലത്ത്. പിന്നെ കെ കേളപ്പനാണ് കേരളത്തിൽ സോൾട്ട് മാർച്ച് നടത്തിയത്. കെ കേളപ്പൻ എവിടെയാണ്? മലബാർ മുതൽ പയ്യന്നൂർ വരെ, കോഴിക്കോട് പയ്യന്നൂർ വരെ നടത്തി. അടുത്തത് കണ്ണൂർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് പേഷ്വാർ നടത്തിയത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് പേഷ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി സോൾട്ട് മാർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകും. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് റീസൺ വൈ വെയ്റ്റ് ഓഫ് എ പേഴ്സൺ ഓൺ എർത്ത് ആൻഡ് മൂൺ? എർത്തിൽ നമ്മളുടെ വെയ്റ്റും മൂണിൽ നമ്മുടെ വെയ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എർത്തിലാണ് നമുക്ക് വെയ്റ്റ് കൂടുതൽ, മൂണിൽ വെയ്റ്റ് കുറവാണ്. അതിന് കാരണം എന്താ എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാം. വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം വെറും നമ്മളുടെ ബോഡിയിലത്തെ മാസ് മാത്രമല്ല, മാസിൻ്റെ കൂടെ ഗ്രാവിറ്റേഷനും കൂടി വരും. അപ്പോൾ നമ്മളുടെ ഗ്രാവിറ്റേഷൻ അതാണ് ഒരാൾക്ക് ഇവിടെ ഉണ്ടാവുന്ന വെയ്റ്റ് തന്നെയല്ല ഇവിടെ ഉണ്ടാവുക. കാരണം ഭൂമീൻ്റെ ഇവിടെ കുറച്ച് ഇതായിട്ടാണ്, ഇവിടെ അങ്ങനെ പരന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടും, ഇവിടെ ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇവിടെ വെയിറ്റ് കൂടും, ഇവിടെ വെയിറ്റ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ മൂണിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിനെക്കാട്ടും കുറവാണ്. മൂൺ ഹാസ് ലോവർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മൂണിൻ്റെ ഇതും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. മൂണിൽ ഒരാൾ എർത്തിലുള്ളതിൻ്റെ എത്ര ശതമാനം വെയിറ്റാണ് ഉണ്ടാവുകയെന്ന്. 1/6 വെയിറ്റാണ് ഉണ്ടാവുക. അതായത് ഇവിടെ ഒരു 60 കിലോ ഉള്ള ആൾ മൂണിൽ പോയി കഴിഞ്ഞാൽ 10 കിലോ ആണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ചസ് G20 മൊബൈൽ ആപ്പ് ഫോർ വിസിറ്റേഴ്സ്. ഓക്കെ, G20 മൊബൈൽ ആപ്പ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് G20 സമ്മിറ്റ് നമ്മളുടെ അവിടെ നടന്നിട്ടുണ്ട് 2022. ഈ G20 സമ്മിറ്റ് നടന്നപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു 2023. ഓക്കെ, ഈ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണെന്നാണ് മൊബൈൽ ആപ്പിൽ ലോർഡ് കൃഷ്ണേൻ്റെ വോയിസിലായിരുന്നു ഈ ഒരു ആപ്പ് ഉണ്ടായിരുന്നത്. അപ്പം ആസ്ക് ഗീത KIOSK അതാണ് ഈ ആപ്പിൻ്റെ പേര്, ആസ്ക് ഗീത. ഓക്കെ, അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഏത് മെറ്റലാണ് ഇലക്ട്രോലിസിസിൽ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നത്? അതായത് ഇലക്ട്രോലിസിസിൽ മാത്രമാണ് അതിൻ്റെ എക്സ്ട്രാക്ഷൻ നടക്കുള്ളൂ. അത് അലുമിനിയം മെറ്റലാണ് ഇലക്ട്രോലിസിസിൽ മാത്രമായിട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. അലുമിനിയം മെറ്റൽ നമുക്കറിയാം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന് ഹൂപ്സ് പ്രോസസ്സ് എന്നാണ് അറിയുന്നത്. ഹൂപ്സ് പ്രോസസ്സ്. ഓക്കെ, അതായത് ഒരു ഇതിൽ കാത്തോഡും ഉണ്ടാവും ആനോഡും ഉണ്ടാവും. ഈ കാത്തോഡിൻ്റെ അവിടെ ആനോഡിൻ്റെ അവിടെ ഇംപ്യൂർ ആയിട്ടുള്ള അലുമിനിയം അടിഞ്ഞുകൂടും, കാത്തോഡിൻ്റെ അവിടെ പ്യുവർ ആയിട്ടുള്ള ഒരു അലുമിനിയം അടിഞ്ഞുകൂടും. ഒരു ഇലക്ട്രോലിസിസ് മീഡിയത്തിൽ അലുമിനിയയും ക്രയോലൈറ്റ് സൊല്യൂഷനും പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അതായത് ബോക്സൈറ്റ് ഓർന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അലുമിനിയം ക്രയോലൈറ്റ് എന്നുമാണ് എന്താ പറയുക നമ്മൾ പ്യുവർ അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാകൃത് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നു? സത്വാന ഡൈനാസ്റ്റി ഫോം ചെയ്തത് സിമുഗേൻ്റെ അടിയിലുള്ള സത്വാന ഡൈനാസ്റ്റിൻ്റെ ഒരു ഫേമസ് ലാംഗ്വേജ് ആയിരുന്നു പ്രാകൃത്. നന്ദ ഡൈനാസ്റ്റി നമുക്കറിയാം മഹാപത്മനന്ദ ഫോം ചെയ്ത് ഇങ്ങനെ പോയി അവസാനം ധനനന്ദ എത്തി. ധനനന്ദേനെ കോട്ടത്തെ ആളായിരുന്നു ചാണക്യ ധനഗുപ്തേൻ്റെ കോട്ടത്തെ ആളായിരുന്നു. ചാണക്യാണ് ധനനന്ദേനെ അലക്സാണ്ടറിൻ്റെ അധിനിവേശത്തിൻ്റെ സമയത്ത് നിന്ന് ചാണക്യനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ധനനന്ദേനെ മാറ്റി അവിടെ ചന്ദ്രഗുപ്ത മൗര്യനെ പ്ലേസ് ചെയ്തത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനായ ബിന്ദുസാരൻ്റെ കാലഘട്ടത്തിലും ചാണക്യൻ അവിടെ ഉണ്ടായിരുന്നു. ബിന്ദുസാരൻ്റെ മകനായ അശോക ചക്രവർത്തിയും ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ നന്ദ ഡൈനാസ്റ്റി വന്നിട്ട് മൗര്യൻ ഡൈനാസ്റ്റി ബിഗിൻ ചെയ്തത് ആ ഒരു ടൈമിലാണ്. ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നന്ദ ഡൈനാസ്റ്റി നമ്മൾ പറഞ്ഞു, സത്വാന ഡൈനാസ്റ്റി പറഞ്ഞു, ആൻസർ സത്വാന ഡൈനാസ്റ്റിയാണ്. ശിശുനങ്ക ഡൈനാസ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലാണ് ബിംബിസാരൻ അജാതശത്രു
ഒക്കെ വരുന്നത്. അജാതശത്രു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു, ഭയങ്കര ക്രൂവലും ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം ഇന്ത്യക്ക് 12 ഷെഡ്യൂൾസ് ഉണ്ട്. 12 ഷെഡ്യൂൾസ് ഇതിൽ ഓരോരോ ഷെഡ്യൂളിന് ഓരോരോ പൊസിഷൻ ഉണ്ട്. 11th ഷെഡ്യൂളും 12th ഷെഡ്യൂളൊക്കെ പിന്നീട് ചേർത്തതാണ് 10th ഷെഡ്യൂളും. ആകെ 9 ഷെഡ്യൂളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 10th ഷെഡ്യൂള് നമ്മൾ ഡീഫിക്കേഷൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളുടെ പാർട്ടി മാറുന്ന ആ ഒരു ഇതൊക്കെ, അതായത് ഒരു പാർട്ടിയിൽ ചേർന്നിട്ട് ആ പാർട്ടിയിൽ നിന്ന് വോട്ട് ചെയ്ത് ജയിച്ചിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്ന ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ 10th ഷെഡ്യൂൾ. ഓക്കെ, അതിൽ എന്താ പറയുക, പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞ വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു ഷെഡ്യൂളിലാണ്. 52nd അമെൻമെൻറ്റിലൂടെയാണ് 10th ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 52nd അമെൻമെൻറ്റ് ഓഫ് 1985. ഓക്കെ, ആൻറ്റി ഡിഫിക്കേഷൻ ലോ ഒക്കെ വന്നത് അതിലൂടെയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ 8th ഷെഡ്യൂളല്ലേ പറഞ്ഞത്. 8th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിനെ ഡിനോട്ട് ചെയ്യുന്നത് ഷെഡ്യൂളാണ്. നമ്മുടെ ഇന്ത്യയിൽ ലാംഗ്വേജിനെ ഡിനോട്ട് ചെയ്യുന്ന ഷെഡ്യൂൾ. ഓക്കെ, 8th ഷെഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 344 1-ഉം 351 ആർട്ടിക്കിളുമാണ് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8th ഷെഡ്യൂളിൽ 22nd ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഈ ഒരു 8th ഷെഡ്യൂളിലേക്ക് അമെൻഡ് ചെയ്തിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം ചേർത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 71st അമെൻമെൻറ്റ് ഓഫ് ഇയർ ഞാൻ പറയുന്നില്ല ഇപ്പം, 92nd അമെൻമെൻറ്റും. ഓക്കെ, 71st അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 73rd അമെൻമെൻറ്റ് എന്താ, പഞ്ചായത്ത് രാജിൻ്റെയാണ്. അത് 1992 ആകുമ്പം ഇത് 1992 തന്നെ. ഓക്കെ, 1992. ഇനി ഈ ഒരു അമെൻമെൻറ്റ് 71st അമെൻമെൻറ്റിൽ ചേർത്തത് ഏതൊക്കെ ലാംഗ്വേജ് ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. 71st അമെൻമെൻറ്റിൽ ചേർത്തത് കൊങ്കിണിയും മണിപ്പൂരിയാണ്. കോൺമാൻ. ഓക്കെ, അടുത്തത് 97th അമെൻമെൻറ്റ് ഓഫ് 2003, 92nd അമെൻമെൻറ്റ്. അതിൽ ചേർത്തതാണ് ബോഡോ. അതിൽ കുറച്ച് ലാംഗ്വേജ് അധികം ചേർത്തിനു. ബോഡോ, ഡോഗിരി, മൈതാലി, സന്താലി. ഓക്കെ, ബോഡോ, ഡോഗിരി, മൈതാലി, സന്താലി. ഇതിൽ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണ്. ബോഡോ എന്ന് പറയുമ്പോൾ BODO, ഈ ഡോയിൽ തന്നെ ഡോഗിരി ഉണ്ട്. പിന്നെ മൈതാലി, സന്താലി, MASA. ഓക്കെ, അപ്പോൾ 97th അമെൻമെൻറ്റും 92nd 92nd പിന്നെ 71st അമെൻമെൻറ്റും. ഓക്കെ, ഇയറും കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭ നമ്മൾക്ക് ഇപ്പം പാസ്സായ ഒരു നാരി വന്ദൻ അഭിയാൻ ഒരു റിസർവേഷൻ അറിയാം, 33% റിസർവേഷൻ ഓഫ് വുമൺ ഇൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. ആ ഒരു റിസർവേഷൻ പാസ്സായത് ഏതൊരു ദിവസമാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ റിസർവേഷൻ്റെ ഇത് ലോക്സഭയിൽ പാസ്സായത് സെപ്റ്റംബർ 20, 2023. ഓക്കെ, 2023. അപ്പം ഇത് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിച്ച് പാസ്സായ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 20 അല്ല, സെപ്റ്റംബർ 12 ആണ്. പക്ഷേ 1996 ആണ്. അത്രയ്ക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, 17 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, ഇപ്പോൾ ഈ 2 സെപ്റ്റംബർ 20-ഉം സെപ്റ്റംബർ 12-ഉം 1996-ഉം 2023 ഓർത്ത് വയ്ക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ആദ്യമായിട്ട് നാഷണൽ ഇൻകം ഇന്ത്യയിൽ ചെയ്തത്? അതായത് ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം മഹാത്മാഗാന്ധി ഒരിക്കലും ഇൻകം ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. ജവഹർലാൽ നെഹ്റു അത്ര ഒരു അതിലേക്കായിട്ടുള്ള ഒരു റൂളിംഗ് ഇതിലേക്ക് ഇല്ലായിരുന്നു. ബാൽ ഗംഗാധർ തിലക്കുമല്ല. പക്ഷേ ദാദാഭായ് നവറോജിയാണ്. കാരണം ദാദാഭായ് നവറോജിയാണ് എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി, ആ ഒരു ഒരു പ്രൊഫസർ ഫീലിങ്ങിലൊക്കെ ദാദാഭായ് നവറോജിൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കൊക്കെ നമുക്ക് അത് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ദാദാഭായ് നവറോജിൻ്റെ
ഡ്രെയിനേജ് തിയറി, അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് വെൽത്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോയ ഡ്രെയിനേജ് തിയറി, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ്. ഇനി അടുത്തത് ലാസ്റ്റ്, ഓക്കെ 3 ക്വസ്റ്റ്യനും കൂടിയാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ആൻസർ 1 2 3 4 ആണ്. കാരണം ജാലിയൻ വാലാബാഗ് മെസാക്കറാണ് ആദ്യം ഉണ്ടായത് 1990. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ജാലിയൻ വാലാബാഗ് മസാക്കർ വന്നപ്പം ഗാന്ധിജിയും പിന്നെ രവീന്ദ്രനാഥ് ടാഗോറൊക്കെ അവർക്ക് കിട്ടിയ ടൈറ്റിലായിട്ടുള്ള ഒക്കെ ടൈറ്റിൽ എന്താ നൈറ്റ്ഹുഡും അങ്ങനത്തെ ടൈറ്റിലൊക്കെ അബോളിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെച്ചത് ചൗരി ചൗര ഇൻസിഡൻറ്റ് കാരണമാണ്. ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീ വെച്ച് കുറേ ബ്രിട്ടീഷുകാർ മരിച്ചു. അപ്പോൾ അതിന് ഇതായിട്ടാണ് ഇത് 1922 ഉണ്ടായത് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റ് വന്നപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇനി നമുക്ക് വേണ്ട, കാരണം അത് കാരണം കുറേ പ്രശ്നം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ബാൻ ചെയ്തപ്പം കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മോത്തിലാൽ നെഹ്റുവിനും അതുപോലെ CR ദാസിനൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു പാർട്ടി ഫോം ചെയ്തു കോൺഗ്രസിനോട് എതിർപ്പായിട്ട്. ആ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ 1922 ഇത് നടന്നത്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി ഫോം ചെയ്തു. 1931 ഗാന്ധി ഇർവിൻ പാറ്റ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ നേരത്തെ സോൾട്ടിൻ്റെ ഇത് പഠിച്ചു, അത് 1930 ഉണ്ടായത്. ഈ സോൾട്ടിൽ കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഗാന്ധിജീനൊക്കെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ആണ് ഈ ഗാന്ധി ഇർവിൻ പാക്ട് 1931 ഉണ്ടായത്. ഇതിലാണ് സമ്മതിച്ചത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഞങ്ങൾ പങ്കെടുക്കാം എന്ന് കോൺഗ്രസ് സമ്മതിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ആദ്യം പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് അറൈസ് ഡ്യൂ ടു വർക്ക് ട്രാൻസിഷൻ. അതായത് ഒരു എംപ്ലോയി ഉണ്ട്, ഇതൊരു വർക്കാണ്. ഈ എംപ്ലോയി ഈ വർക്കിൽ നിന്ന് ഈ വർക്കിലേക്ക് ഇങ്ങനെ മാറി കളിക്കുക, എന്നിട്ട് ഈ വർക്കിൽ നിന്ന് ഈ വർക്കിലേക്ക് മാറുക. അതിനാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് അത് ഫസ്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ടെൻസ് ടു ദ ഫോൾ ഓഫ് റിസിഷൻ. അതായത് റിസിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എക്കണോമിക്ക് ഒരു പ്രശ്നം വരിക. അപ്പോൾ ഒരാൾ ഈ ഒരു ജോലി വിട്ട് അടുത്ത ജോലിക്ക് പോകാൻ ഒരു മടി കാട്ടും, കാരണം കയ്യിലുള്ള ജോലിയും കൂടി പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പം അത് രണ്ടും ശരിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊക്കെ സ്ഥലത്ത് നിന്നിട്ടാണ് ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന്. നമ്മളുടെ 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് 1857 റിവോൾട്ടിൽ. ഓക്കെ, അപ്പം നമുക്കറിയാം ഫസ്റ്റ് തന്നെ നമുക്ക് ഡൽഹി നിന്ന് ആരാ പങ്കെടുത്തതെന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഡൽഹി ബഹദൂർ ഷാ 2 ആണ് ഇതിൽ പറയുന്നത്. ഡൽഹിയിൽ വീക്ക് മുഗൾ റൂളേഴ്സിലെ അല്ലെങ്കിൽ അവസാനത്തെ മുഗൾ റൂളറാണ് ഈ ബഹദൂർ ഷാ 2. അപ്പോൾ എന്തായാലും ഡൽഹിയിൽ മാത്രമായിട്ട് ആ ഒരു ഫോർട്ട് മാത്രമായിരുന്നു ബഹദൂർ ഷാ 2 സ്വന്തമായിട്ടുള്ളത്. ബാക്കിയെല്ലാം അങ്ങനെ കീഴടക്കി ബഹദൂർ ഷാന് ഈ ഫോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു മുഗൾ പവറിലായതുകൊണ്ട് തന്നെ, മുഗൾ എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് ബഹദൂർ ഷാ 2 ഒരു വീക്കായിട്ടുള്ള വയസ്സായിട്ടുള്ള റൂളറാണെങ്കിലും ബഹദൂർ ഷാ 2 ആണ് ഒരു നേതൃത്വം നൽകിയത്, ഒരു ജസ്റ്റ് ഫോർ എ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചത്. അപ്പോൾ ഡൽഹിയിൽ ഇത് ശരിയാണ്. അടുത്തത് ഗ്വാളിയോറിന് താന്തിയ തോപ്പെ, അതും ശരിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഗ്വാളിയോറിന് താന്തിയ തോപ്പയാണ് ഇത് ലെഡ് ചെയ്തത്. ഓക്കെ, അടുത്തത് ബറേലിയും ബനാറസും. ഓക്കെ, ബറേലിയും ബനാറസും ബീഹാർ എന്നാണ്. ഓക്കെ, ബനാറസ് എന്നാരാന്ന് നമുക്ക് നോക്കാം. ബനാറസിന്ന് ലീഡ് ചെയ്തത് മൗലവി ലിയാദ് ഖാൻ അലി, ഇയാളാണ് ബനാറസിന്ന് ലീഡ് ചെയ്തത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പം ഓപ്ഷൻ A and B, ഈ ഒരു ഓപ്ഷനാണ് ശരി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഫസ്റ്റ് വരുന്നത് ഡൽഹിയിൽ നിന്ന് ബഹദൂർ ഷാ, ഗ്വാളിയോറിൽ നിന്ന് താന്തിയ തോപ്പെ, അതേപോലെ ഝാൻസിയിൽ നിന്ന് ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, റാണി ലക്ഷ്മിബായി. 22 ഇയർ ഓൾഡ് ആയിരുന്നു റാണി ലക്ഷ്മിബായി. അപ്പം അതും നമുക്കറിയാം. ഇനി ഗ്വാളിയോർ എന്ന് പറഞ്ഞു. കാൺപൂർന്ന് ആരാണ്? കാൺപൂർന്ന് നാനാ സാഹിബാണ്. നാനാ സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്വ ബാജിറാവുവിൻ്റെ
അഡോപ്റ്റഡ് സണ്ണാണ് നാനാ സാഹിബ്. ഈ അഡോപ്റ്റഡ് സൺ ആയതുകൊണ്ട് തന്നെ സബ്സിഡറി അലയൻസിൽ അവരുടെ സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സിൽ അവരുടെ സ്ഥലം ആ ഒരു ഇത് കൊടുക്കില്ല, അവർക്ക് ആ രാജപദവി കൊടുക്കില്ല എന്നുള്ളൊരു ഇതിലൊക്കെ കാരണം നാനാ സാഹിബിൻ്റെ എന്താ പറയുക പെൻഷനൊക്കെ ബ്രിട്ടീഷ് കൊടുക്കുന്നത് നിർത്തി. അപ്പം അതിനൊക്കെ കാരണം കാൺപൂറിന് നാനാ സാഹിബാണ്. കാൺപൂർ KAN എന്ന് നാനാ സാഹിബിനെ എടുക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് ഝാൻസി. നമുക്കറിയാം ലക്നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ലക്നൗവിൻ്റെ ക്യാപിറ്റൽ ഉത്തർപ്രദേശാണ്. ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത്. അപ്പോൾ അതേപോലെ ലക്നൗവിലുള്ളത് എന്താ? ഹസ്രത്ത് മഹൽ. ഇതൊരു കോഡ് പോലെ പറഞ്ഞതാണ്. ഹസ്രത്ത് മഹൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഓക്കെ, ഹസ്രത്ത് മഹൽ. അപ്പം ലക്നൗ എന്ന് പറയുമ്പം ഹസ്രത്ത് മഹൽ ഒരിക്കലും മറക്കരുത്. ലക്നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധിൻ്റെ ക്യാപിറ്റലായിരുന്നു. അവധ് എന്ന് പറഞ്ഞ രാജവംശത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഓക്കെ, അപ്പം ഹസ്രത്ത് മഹൽ ലക്നൗ നമ്മൾ ലിങ്ക് ചെയ്ത് ഉത്തർപ്രദേശിൽ ആഗ്രയിൽ താജ്മഹൽ ഹസ്രത്ത് മഹൽ അങ്ങനെയാണ് കേട്ടോ. കാൺപൂർ പഠിച്ചു, ഗ്വാളിയോർ പഠിച്ചു. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കുൻവാർ സിംഗ് ആണ് കേട്ടോ. ബീഹാറിൽ കുൻവാർ സിംഗ് ആണ്. ഓക്കെ, അടുത്തത് ബറേലി നമ്മൾ പറഞ്ഞു. ബറേലിയിൽ ആരാണ്? ബഹദൂർ ഖാനാണ്. ഇത് രണ്ടും അങ്ങോട്ട് മാറിപ്പോയതാണ്. ബഹദൂർ. ഓക്കെ, ബഹദൂർ ഷാ അല്ല, ബഹദൂർ ഖാനാണ് ബറേലിയിൽ നിന്ന്. അപ്പം ബനാറസ് നിന്ന് മൗലവി ലിയാഖത്ത് അലി. ഓക്കെ, MLA ആണ്. ഓക്കെ, ബനാറസിലെ MLA ആണ്, അങ്ങനെ ഓർത്താൽ മതി. ബനാറസിലെ MLA ആണ്. ബനാറസ് MLA. അതേപോലെ ബറേലിയിൽ നിന്ന് ബഹദൂർ. അടുത്തത് ഡൽഹിയിൽ നിന്ന് ബഹദൂർ ഷാ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും. ഇപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഡൽഹിയിൽ നിന്ന് ബഹദൂർ ഷാ. അതേപോലെ ബഹദൂർ ഷാ എന്ന് പറയുമ്പോൾ നേരെ പോകേണ്ടത് ബറേലിയിൽ നിന്നാണ്. ബറേലിയിൽ നിന്ന് ബഹദൂർ ഖാൻ. അടുത്തത് ഗ്വാളിയോർന്ന് താന്തിയ തോപ്പെ. ഇനി ബനാറസ് നിന്ന് MLA മൗലത്തി ലിയാത്ത് അലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഝാൻസിയിൽ നിന്ന് റാണി ലക്ഷ്മിബായി. അതൊക്കെ നമുക്കറിയാം. അതേപോലെ കാൺപൂരിൽ നിന്ന് നാനാ സാഹിബ്. പെൻഷനൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഈ NA ഇങ്ങോട്ട് പോയിട്ട് നാനാ സാഹിബ് ആയത്. അടുത്തത് ബീഹാറിൽ നിന്ന് കുൻവാർ സിംഗ്. ഈ ബീഹാറിൽ നിന്ന് കുൻവാർ സിംഗ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരു ബീഹാറി പേരൊക്കെയാണല്ലോ കുൻവാർ സിംഗ്. എല്ലാം നോർത്ത് ഇന്ത്യൻ പേരാണ്, എന്നാലും ഡൽഹി പഠിച്ചു, ബനാറസും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെഡ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. 1857 റിവോൾട്ടിൽ നിന്ന് ആരാണ് എവിടെ നിന്നാണ് ലീഡ് ചെയ്തത് എന്നുള്ളത്. നമ്മൾ ഡൽഹിയും ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, ഝാൻസിയൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു 12 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനോട് ലിങ്ക് ആയിട്ടുള്ള നോളജും നമുക്ക് കിട്ടിയിട്ടുണ്ട്.